വീട്ടിലെന്തെങ്കിലും പാർട്ടികളൊക്കെ നടക്കുകയാണെങ്കിൽ അതിൽ വിരുന്നുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം പറഞ്ഞു തരട്ടെ. അതാണ് പറുദീസ ചിക്കൻ. അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനായിട്ട് 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. 800 ഗ്രാമാണിത്. ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഫോർക്ക് കൊണ്ട് കുത്തിട്ട് മാറ്റി വെച്ചതാണ്. അതിലോട്ട് ഒരു വലിയ തക്കാളി, ഒരു കൈപ്പിടി നിറയെ പുതിന, അതുപോലെ ഒരു 2 കൈപ്പിടിയോളം മല്ലിയില, വലിയൊരു ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 4-5 പച്ചമുളകും ഇതെല്ലാം ചെറുതായിട്ട് അരിയണം. എന്നിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് മസാലപ്പൊടികളാണ്. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു അറബിക് മസാല, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് 2 മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. എന്ത് ഓയിലാണോ നിങ്ങളടുത്തുള്ളത് അത് ഏത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒലീവ് ഓയിലാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വല്ല നൂല് കൊണ്ടോ എന്തെങ്കിലും വെച്ച് കെട്ടിയാലും മതി. വെന്ത് വരുമ്പോൾ ഒന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാണ്ടിരിക്കാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം ഇതൊരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. 1 മണിക്കൂർ ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മളിത് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതുപോലെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. ഇതിലൊരുപാട് ഇലകളും മസാലപ്പൊടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം വേവിക്കാനും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചിക്കൻ ആയി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 15 കാഷ്യൂസ് വെള്ളത്തിലിട്ട് കുതിർത്തിയത് അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഈ ഗ്രേവി കിടന്നിട്ട് നന്നായിട്ടൊന്നിത് വെന്ത് വരണം. ഇത് ഞാൻ ചപ്പാത്തി, പൊറോട്ട, അതുപോലെ പത്തിരി, അപ്പം എന്തൊക്കെയോ നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഗ്രേവി നമുക്ക് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇത് ഫസ്റ്റ് കുറച്ച് ലൂസായി തോന്നുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇത് വരും. അപ്പോൾ അതവിടെ പറുദീസ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ആവശ്യാനുസരണം സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പറുദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.